ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണെന്നറിയാത്ത ആരും തന്നെ നമ്മുടെ നാട്ടിലുണ്ടാവില്ല. വീണ്ടും ആ വാചകം അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ്സുകാർ. ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസമാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 6 കോൺഗ്രസിന്റെ MLA-മാരാണ് കൂറുമാറി ക്രോസ് വോട്ട് ചെയ്തത്. അതിനു പുറമെ ഇന്ന് ഒരു മന്ത്രി കൂടി, ഹിമാചൽ പ്രദേശിലെ ഒരു കോൺഗ്രസ് മന്ത്രി കൂടി രാജിവെച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ TN തോമസ് ഐസക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വാർത്ത കേട്ടില്ലേ? ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 6 കോൺഗ്രസ് MLA-മാർ കൂറുമാറി BJPക്ക് വോട്ട് ചെയ്തത്രേ. 8ന്റെ പണി കിട്ടിയത് പാർട്ടിയിലെ അഖിലേന്ത്യാ പ്രമുഖനെയാണ്. കോൺഗ്രസിന്റെ പ്രമുഖ വക്താവായിരുന്ന സാക്ഷാൽ മനു അഭിഷേക് സിംഗ്വിയെയാണ് കോൺഗ്രസിന്റെ MLA-മാർ കാലുവാരി പരാജയപ്പെടുത്തിയത്. സിംഗ്വിയുടെ പ്രതികരണമാണ് തമാശ. തലേ ദിവസം വരെ ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചവർ നേരം വെളുത്തപ്പോൾ മറുപക്ഷത്തിന് ക്രോസ് വോട്ട് ചെയ്തുവെന്ന് അദ്ദേഹം പരിതപിക്കുന്നു. തലേന്നുറങ്ങാൻ പോകുന്നത് വരെ കൂടെ നിൽക്കുക, വെളുക്കും മുമ്പ് ഉണർന്ന് മറുകണ്ഠം ചാടുക. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. സാമാന്യം നല്ല ഭൂരിപക്ഷത്തോടെയാണ് ഈ ചെറു സംസ്ഥാനത്തെ ജനങ്ങൾ കോൺഗ്രസിനെ തിരഞ്ഞെടുത്തത്. ആകെയുള്ള 68 സീറ്റുകളിൽ 40 സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത്. അവിടെയാണ് ഒരു അഖിലേന്ത്യാ നേതാവിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് MLA-മാർ കൈവിട്ട കളി കളിച്ചത്. ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല. ഇന്ത്യ ഭരിക്കാൻ കോൺഗ്രസ് ആണ് മോദിക്ക് ഗ്യാരണ്ടി. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP. പോകുന്നതാരുമാകാം. മുഖ്യമന്ത്രിമാരും PCC പ്രസിഡന്റുമാരുമൊക്കെ നിന്ന നിൽപ്പിൽ മലക്കം മറിഞ്ഞ് BJPയുടെ കൊടി പിടിക്കുന്നത് എത്രയോ നാളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ചരിത്രത്തിലേക്കുള്ള ഹിമാചൽ പ്രദേശിന്റെ സംഭാവനയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കേരളത്തിലെ ജനങ്ങളെ ആലോചിക്കൂ. ഐ വിൽ ഗോ വിത്ത് BJP എന്നൊക്കെ പരസ്യമായി ആക്രോശിക്കാനും RSSുമായി കോൺഗ്രസിന് ഒരു പ്രശ്നവുമില്ല എന്ന അഭിമാനത്തോടെ അവകാശപ്പെടാനും ഒരു മടിയുമില്ലാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. മനവും തനുവും RSS ആയി മാറിക്കഴിഞ്ഞവർ ആകെയുള്ളത് ഒരു വെളുത്ത കുപ്പായത്തിന്റെ മറ മാത്രം. അവരല്ല കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പ്രതിനിധികളാവേണ്ടത്. ഇനിയും അധികം കോൺഗ്രസ്സുകാർ ചാടാതിരിക്കണമെങ്കിൽ പാർലമെന്റിൽ BJPക്കെതിരെ കുലുങ്ങാത്ത ഇടതുപക്ഷത്തിന്റെ അംഗബലം ഉയരണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരള ജനത ഏറ്റെടുത്തിരിക്കുന്ന നിയോഗം. ഇങ്ങനെ അവസാനിക്കുന്നു ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതോടൊപ്പം മന്ത്രി P. രാജീവും നിർണായകമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ വിഷയത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റും നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ പരിവർത്തനത്തെ പറ്റി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ കാർട്ടൂൺ. ഹിമാചലിൽ കോൺഗ്രസ് വോട്ട് വാങ്ങി വിജയിച്ച BJP സ്ഥാനാർത്ഥി ഹർഷ് മഹാജൻ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്നു. അധികമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ പരിചയമുണ്ട്. തനിക്ക് തോന്നിയാൽ BJPയിൽ ചേർന്നാൽ എന്താണ് തെറ്റെന്ന് നേരത്തെ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ച പ്രസിഡന്റിനാൽ നയിക്കുന്ന മുന്നണിയുടെ പരിവർത്തനം കാണാൻ പാഴൂർ പടിപ്പുര വരെ പോകണോ? വളരെ കൃത്യമായ 2 ഫേസ്ബുക്ക് പോസ്റ്റുകളായിരുന്നു. ഒന്ന് തോമസ് ഐസക്കിൻ്റെതും മറ്റൊന്ന് P. രാജീവിൻ്റെതും. ഇരുവരും പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJPയാണ്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലാണ് കോൺഗ്രസിന്റെ 6 MLA-മാർ ക്രോസ് വോട്ട് ചെയ്ത് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിരിക്കുന്നത്. വിജയിച്ച BJP സ്ഥാനാർത്ഥിയാകട്ടെ മുൻ കോൺഗ്രസ് നേതാവും യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ആയിരുന്ന വ്യക്തി. അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് പതുക്കെ പതുക്കെ BJPയായി പരിവർത്തനം ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഈ അടുത്ത് തന്നെ 1 ഡസനിലധികം കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായി അസമിലെ വർക്കിംഗ് പ്രസിഡന്റ് BJPയിൽ ചേരാൻ പോകുന്നുവെന്ന വാർത്തകൾ പുറത്തു വരികയാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാൻ BJPയിൽ ചേർന്നിരുന്നു. അങ്ങനെ എത്ര കോൺഗ്രസ്സുകാർ. ജാർഖണ്ഡിലെ ഒരേ ഒരു കോൺഗ്രസ് MP ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് BJPയിൽ ചേർന്നത്. അങ്ങനെ ഓരോ ദിവസവും പതുക്കെ ഇന്ത്യയിലെ കോൺഗ്രസ് BJPയായി പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും ഈ കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരായ വോട്ട് നൽകണമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.